എന്തൊരു കഷ്ടമാണിത്. ഈസ്റ്റർ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെയുണ്ടോ? കമ്പനിക്കാരന്മാരെ പാരിസ്ഥിതിൻ്റെ ബഹളം തന്നെ പത്രത്തിൽ. എല്ലാവരും സാധനങ്ങൾ വില കുറച്ച് വാരിയും കോരിയും കൊടുക്കുകയാണ്. പത്രക്കാർക്കും കോള്. അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. അതൊക്കെ കാശുള്ളവനും കാണാൻ വേണ്ടിയിട്ടുള്ള പരസ്യങ്ങളാണ്. നിങ്ങൾ എന്തിനാ അതോർത്ത് ടെൻഷൻ അടിക്കണേ? എൻ്റെ പറച്ചിലായിട്ടോ എനിക്ക് കാശില്ലാന്ന് തോന്നും. ഓ, കാശിന്റെ കാര്യമൊക്കെ പറഞ്ഞ് വെറുതെ ഒരു കുടുംബകലകം ഉണ്ടാക്കണ്ട. നല്ലൊരു ദിവസമാണ് വരുന്നത്. എന്നാ ചായ പാലില്ലേ? രാവിലെ കട്ടനാണല്ലോ അല്ലെങ്കിൽ ഇഷ്ടം. കട്ടൻ കൊടുത്താ പറയും പാൽ ചായ. നീ പറഞ്ഞ പോലെ തന്നെ ഇനി വരാൻ പോണ രജിസ്റ്റർ ആയിട്ടൊരു കുടുംബകലകത്തിന് ഞാനും ആഗ്രഹിക്കില്ല. ഞാനിത് കുടിച്ചോളാം. ആരെയൊക്കെ വിളിക്കുന്നുണ്ട്? ആരെയും വിളിക്കുന്നുണ്ടോ? അൻസാറ്, അശോകൻ, പിന്നെ നമ്മുടെ ബിജു, സതീശൻ, അവരെല്ലാം വിളിക്കണം. ഞാൻ അവരുടെ കാര്യമല്ല പറഞ്ഞത്. ആരെങ്കിലും ബന്ധുക്കളെ ആരെങ്കിലും വിളിക്കണ്ടോന്നാ ചോദിച്ചേ. കുഞ്ഞമ്മച്ചി എന്തായാലും വരില്ല എന്ന് പറയുന്നതായിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ മാരാമുട്ടത്തുള്ള ഒരു ജോൺസൺ കൊച്ചനുണ്ടല്ലോ, അവരെ ഒന്ന് വിളിക്കണം. ആ പശുവൊക്കെയുള്ള വീടല്ലേ? അത് തന്നെ. കല്യാണം കഴിഞ്ഞിടയ്ക്കാറ്റ പോയതാ. ഇടയ്ക്ക് വഴി വെച്ച് കണ്ടപ്പോൾ ഒരേ പരാതി. നമ്മളൊന്നും മൈൻഡ് ചെയ്യണില്ല, അങ്ങോട്ടും പോക്കില്ല ഇങ്ങോട്ടും പോക്കില്ല എന്നാൽ ഞങ്ങളെ വിളിക്കണില്ല എന്നൊക്കെ പറഞ്ഞു. നമുക്ക് അവരെ വിളിക്കാം. അവരെ മാത്രം വിളിച്ചാൽ മതിയോ? ഇതെന്ത് നിന്റെ കപ്പൽ മറിഞ്ഞാടി? അതോ ലോറി ഇടിച്ചാ? ഉടുപ്പെടുക്കാത്തോണ്ടായിരിക്കും. വൈകുന്നേരം പോയി എടുക്കാൻ എന്തെങ്കിലും. എനിക്ക് ഈ ഗൗരവം കൊള്ളൂല കൊല്ലു മക്കളെ. ചിരിച്ചേ. പിന്നെ എന്തോന്ന് ഈ പറഞ്ഞ പോലെ നിന്റെ കപ്പൽ പ്രശ്നം? നിന്റെ നിങ്ങള് റിലേറ്റീവ്സിനൊക്കെ വിളിച്ചല്ലോ. രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിനെ വിളിക്കാൻ പോലും എനിക്ക് പറ്റൂല ഈസ്റ്റർ ആയിട്ട്. അതാണ് പ്രശ്നം. എല്ലാരെയും വിളി, നമുക്ക് എല്ലാവരും കൂടെ ഇവിടെ അടിച്ചു പൊളിക്കാം. എല്ലാരും വിളി വിളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പോലത്തെ ആൾക്കാരല്ല അവരൊന്നും. നടക്കാൻ പറ്റൂലേ? അല്ല, എന്താ വിളിക്കാൻ പറ്റൂല വിചാരിക്കണ പോലെ ആൾക്കാരല്ല എന്നിട്ട് പറഞ്ഞ എന്താ പറ്റി? സാനിയുടെ അച്ഛൻ ഡോക്ടർ, അമ്മ ബാങ്കിലെ മാനേജർ, ദിയയുടെ അച്ഛൻ ISRO ഉദ്യോഗസ്ഥൻ, അമ്മ അഗ്രികൾച്ചർ ഓഫീസർ. അവർക്ക് വീട് അന്ന് ഞാൻ പോയപ്പോ കണ്ടല്ലോ, അവരെ AC, ഫുൾ AC, വലിയ വീട്. അവർക്ക് ഇപ്പൊ ഇവിടെ വരും. ഇവിടെ നല്ലോണം ഇരിപ്പുള്ള കസേരയുണ്ട് ഇവിടെ. എല്ലാ വീട്ടിലും 4 കാലിലാണ് കസേര ഇരിക്കുന്നത്. അങ്ങനത്തെ 5-6 കസേരയുണ്ട്. പിന്നെ ഈ മനുഷ്യന് ഇനി ISRO ഉദ്യോഗസ്ഥനാക്കാൻ പറ്റൂല, എനിക്ക് ഡോക്ടർ ആവാനും പറ്റൂല. ഈ വീട്ടിൽ അവരെ കൊണ്ടുവരാൻ അവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ നീ അവരെ വിളിച്ചോണ്ട് പോവാ. അല്ലാതെ ഇനി അവർക്ക് വരാൻ വേണ്ടിയിട്ട് വീട് പൊളിക്കാനൊന്നും നമുക്ക് പറ്റൂല. അതന്നെ എന്റെ അവസ്ഥയായി. ഇത് നോക്കി ഇവിടേക്ക് എങ്ങനെ അവര് വരുമെന്നാണോ? വരണ്ടടി, എന്ത് പാടിത്? അവരൊക്കെ ഓരോ ഇതിന് എല്ലാരെയും വിളിക്കും. അതെ, അടുത്ത ഇലക്ഷന് ഡാഡി ഇവിടെ മത്സരിക്കാൻ നിൽക്കും MLA ആയിട്ട്. ഡാഡി ജയിച്ച് കഴിഞ്ഞാൽ MLA കോർപ്പറേഷനിൽ നമുക്ക് അവിടെ ഇത് കിട്ടും. എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. നിങ്ങൾക്കെല്ലാം കളിയാണ്. ഓരോരുത്തരെ പോലെ എനിക്കില്ലല്ലോ ഇപ്പോഴും പണ്ടത്തെ രാമുവിന്റെ കാലത്ത് വെച്ച വീട്ടില്. അവരൊക്കെ ഇപ്പൊ വരും. എന്റെ ക്ലീറ്റ് ആ പെണ്ണ് അതിന്റെ വഴിക്ക് പോയിക്കേ. പോട്ടെ, പോയാ എന്തൊക്കെയാണ് ഇവള് പറയുന്നത്? അതൊക്കെ അങ്ങനെയൊക്കെ കിടക്കും. നിങ്ങളിതേ ആരെയും വിളിക്കണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള വഴി നോക്ക്. നാളെയാണ് ഈസ്റ്റർ. പിന്നെ അതിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാം? അതിൻ്റെ കൂട്ടുകാരെ എന്നാൽ പിന്നെ അവിടെ പോയി ആശ്വസിപ്പിക്കും. വീട് വിളിക്കാൻ നോക്ക്. നിങ്ങൾ ISRO ഒരു പണിയും കിട്ടുമെന്ന് നോക്ക്. ചെല്ലിപ്പോ. മുത്തേ, ഞാനങ്ങ് വരും കേട്ടോ. കാണിക്കട്ടെ, നിങ്ങൾ പറഞ്ഞാലും കാര്യമുണ്ട്. പിന്നെ കാര്യം തക്കടുവിന്റെ സയ്യ കളിക്കാൻ എടുത്തോണ്ട് വന്നതാ. കണ്ടാ പണിയാവും. ശരിയാക്കി തരാം. നമുക്കറിയാലോ എൻ്റെ പണി. ഇത് വയറ് കണ്ടിട്ട് എന്തോ ദഹിക്കാതിനകത്ത് കിടപ്പുണ്ട്. നമുക്ക് ഈ സൈഡിൽ കൂടെ ഇളക്കിട്ടെ, ആ ദഹിക്കാതെ കിടക്കുന്നത് ഇളക്കി മാറ്റിയാൽ മതി. വൻകുടലും ചെറുകുടലും ഇളകി കിടക്കും. ശരിയാക്കാം. നിങ്ങളുടെ അമ്മയെടുത്ത് ഞാൻ ഒരു ലൈം ടീ വെച്ചിട്ട് കുറേ നേരമായി. ഞാൻ എടുത്തോണ്ട്. പിന്നെ പാപ്പ എന്തോ ഇരിപ്പുണ്ടോ? പിച്ചറും ചിപ്സ് അത് കൊടുത്തോ. ഇവിടെ ഇച്ചിരി തരുമോ? അതെ, നിങ്ങളുടെ അച്ഛനോട് എന്നും ഈ ചിപ്സും മിച്ചറും മാത്രം മേടിച്ചുകൊണ്ടാണ് പറയരുത്. കുഴലപ്പം, കേക്ക്, ഏത്തപ്പഴം, കട്ട്ലറ്റ്, അലുവ ഇതൊക്കെ മേടിച്ചോണ്ട് വരാൻ പറയണം. കൊണ്ടുവന്നില്ല എൻ്റെ കരഞ്ഞോണ്ട് ഇവിടെ കിടന്നങ്ങ് ഉരുളണം. ഈ പെണ്ണ് നശിപ്പിച്ച് നിന്നെ ആരാടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എടുത്തോണ്ട് വരാൻ? അച്ചാച്ചാ, അച്ചാച്ചനാണ് ഇത് എടുക്കാനായിട്ട് അവൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഇല്ല, ഞാൻ നേരത്തെ ലൈം ടീ വെച്ചില്ല, അത് കൊണ്ടുവരാൻ അങ്ങോട്ട് വിട്ടേ. അവളവിടെ മൊത്തം നശിപ്പിച്ച്. ആണോ? അത് ശരി.
കൊച്ചിന്റെ മിച്ചറാണ് മൊത്തം തീർക്കല്ലേ. 2 കപ്പലണ്ടി എടുക്കുന്നുള്ളേ. ഓ അല്ല അവള് കിടന്ന് കരയോ അതുകൊണ്ട് പറഞ്ഞതാ. വേറെ മേടിച്ചു കൊടുക്കണം. ഈസ്റ്റർ എന്തായി? ഈസ്റ്റർ എന്തായി? പകർപ്പം പരിപാടിയല്ലേ പ്ലാൻ ചെയ്ത് വെച്ചേക്കണേ. വീട്ടമ്മച്ചമ്മ വീട്ടിൽ വരുമ്പോൾ ചാല കമ്പടത്തിൽ പോകുന്നുണ്ട്. അവിടെ തൊട്ട് അങ്ങോട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പരിപാടി ഹനുമച്ചമ്മ ഇവിടെ പോയി ആയിട്ട് ഡബിൾ ഡ്യൂട്ടി എന്നാലേ നാളെ ഓഫ് കിട്ടത്തുള്ളൂ. ആണോ? എന്റെ പൊന്നോ, അടുപ്പിൽ ഞാൻ സാധനം വെച്ചിട്ടാ വന്നത്. ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ കുളമ്പിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് മൃഗാശുപത്രി കാണിക്കാതെ ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിനെയോ? അവിടെ അടിയിൽ 2 സ്പ്രിങ് പോയി. ഞങ്ങൾ താഴെ പോയി മാറ്റിത്തരാം. അവിടെ ഒരു കേടാ റെഡി ഇരിപ്പുണ്ട്. ഞാനത് സ്പ്രിങ് എടുത്തിടാം കേട്ടോ. ഞാനതൊന്ന് കൊണ്ടുപോയി ശരിയാകട്ടെ. ഇത് കൊടുത്തു വിടാം കേട്ടോ. ഇത് ആ ഇത് എന്താ അത് മറന്നുപോയി. ഈസ്റ്റർ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മളെ തറവാട് ഞങ്ങളെല്ലാം ഇത്ര ഉള്ളപ്പോൾ ആഘോഷിച്ചത്. നിനക്ക് ഓർമ്മ? പിന്നെ എന്തൊരു രസമെന്നറിയാമോ? ഇതായിരുന്നു ആഘോഷം. ഇപ്പോഴൊക്കെ എന്താ ആഘോഷം? എല്ലാം കൂടി ഞാനൊരു പ്രാവശ്യം മോശാനെങ്കിൽ പള്ളിയിൽ പോയിട്ടുണ്ട്. പൂവൊക്കെ വിതറണ്. അന്നേരം കഴിഞ്ഞാൽ ഒരു വാഴയില വെട്ടിയിട്ടുണ്ടല്ലോടി. ബീഫും കപ്പയും അത് ഇതും എല്ലാം കൂടെ ഇങ്ങനെ അങ്ങോട്ട് നിരത്തും. എന്നിട്ട് എല്ലാ പിള്ളേരും കൂടെ പിള്ളേർ സെറ്റുകളാണ് എല്ലാവരും കൂടെ വന്ന് അതിൽ നിന്ന് ഇങ്ങനെ കൈയിട്ട് വാരിയൊക്കെ തീറ്റി. ഓ ഇപ്പൊ അന്നും ഇല്ലല്ലേ. എല്ലാവരും ഓരോ തിരക്ക്. അതെ, എല്ലാവർക്കും തിരക്കല്ലേ, ആർക്കും അല്ലെന്താ ആരൊക്കെ വരാന്ന് പറഞ്ഞിട്ട്? ജോൺസൺ കൊച്ചപ്പച്ച മാരാമുട്ടം അവർ ഫാമിലി, അതായത് അപ്പച്ചനും വൈഫും അവരും മറ്റേ മക്കളും അവരുടെ മക്കള് പിരിവ് എല്ലാ ടീമും വരും. പിന്നെ വിളിക്കുമ്പോൾ അവർക്ക് കളഞ്ഞിട്ട് വരാൻ പറ്റും. ചേച്ചി വരാന്ന് പറയും. എത്ര പേര് വരുമെന്ന് കണ്ടറിയണം. പിന്നെ ഇവന്റെ ജെറാൾഡിന്റെ വൈഫിനെ വിളിച്ച്. അപ്പൊ അവൾക്ക് അവളുടെ വീട്ടിൽ പോകണം. അവരെല്ലാം ഈസ്റ്ററിനും പിന്നെ അവരാഘോഷിക്കട്ടെ. അവർക്കും അവരുടെ സ്വകാര്യ ആഘോഷങ്ങളൊക്കെ വേണ്ട. വന്നിട്ട് എല്ലാവരും പോകൂലേ? പിന്നെ അവരോട് താമസിക്കാൻ. പിന്നെ നമ്മുടെ കുറെ പതിവ് ടീമുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ അണികളും. സാധനങ്ങൾ മേടിക്കാൻ ഇല്ല, അത് പണ്ടായിരുന്നു. ഇപ്പൊ നടരാജ നിങ്ങളെ സാധനങ്ങൾ മേടിക്കാൻ എപ്പോഴാ പോണത്? ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നാളെയാണ് ഈ പറയുന്ന ബോധമുണ്ട്. പിന്നെ പോകുന്നുണ്ടെങ്കിൽ എന്റെ ഒരു ലിസ്റ്റും കൂടെ തരാം. ഏട്ടൻ നാളെ വരത്തുള്ളൂ. എടീ അതിനിപ്പോ ഈസ്റ്റർ ആഘോഷം എല്ലാവർക്കും കൊണ്ട് ഇവിടെ ആഘോഷിച്ചാ പോരെ? അതല്ല, ഈസ്റ്റർ കഴിഞ്ഞാലും സാധനങ്ങൾ വേണ്ടേ വീട്ടിൽ? അവിടെ ഒരു സാധനവും ഇല്ല. അതൊക്കെ മേടിക്കാം. മുത്തെവിടെ ചേച്ചി? ഓ, അവളിന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഇടത്തൂടാ. എന്ത് പറ്റി? അവക്കിപ്പോ ഈ വീട് ഇടിച്ചു പൊളിച്ചിട്ട് പുതിയ വീട് വെച്ചിട്ട് കൂട്ടുകാരികളെ ക്ഷണിക്കണം. പെട്ടെന്ന് നടക്കണ കാര്യമായതുകൊണ്ട്. അത് അവള് പറഞ്ഞു വെച്ചാൽ അവളെ കൂട്ടത്തിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ അങ്ങനെ വലിയ സൗകര്യത്തിനും വലിയ വീടൊക്കെ ഉള്ളവരല്ലേ. അവൾ ഇത്ര തിരിച്ചറിവ് വെച്ചാൽ നമ്മുടെ വരുമാനത്തിനെ പറ്റി അവക്കൊരു അറിയാൻ പാടില്ല. പിന്നെ അങ്ങനെയൊന്നുമില്ല. പിന്നെ പാതിര കുർബാനയ്ക്ക് നമുക്ക് ഒരുമിച്ച് പോകണം. എന്നാ ചേച്ചിയും കൂടെ വായിച്ചി. എന്നിട്ട് പിന്നെ നമുക്ക് ഉറങ്ങണ്ട. രാവിലെ അത്രയും പണി വരണ്ടേന്ന് ഓർത്താണ്. ശരിയാവില്ല. അല്ല, പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പണിയൊക്കെ തീർത്ത് വെക്കാം. ഞാൻ ഉറങ്ങൂല. നിങ്ങൾ വന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ ഞാൻ ഒരു 5 കിലോ പോത്ത് പറഞ്ഞിട്ടുണ്ട്. 5 കിലോ ഒക്കെ വേണം, കൂടുതലല്ലേ? ആൾക്കാരില്ലേ? എത്ര പേരാ വിളിച്ചേക്കണത്? എന്നാലേ ഏത്തക്കായും കൂടി ഇടാനുള്ളതല്ലേ. ഏത്തക്കായും പോത്തും കൂടി വെക്കണോന്ന്. അതല്ലാണെങ്കിൽ നമുക്ക് നാളെ പിറ്റേ ദിവസമാണല്ലോ എടുക്കാം. ഒരു ഇച്ചിരി മട്ടൻ മേടിക്കണം കേട്ടോ. മട്ടൻ 2 കിലോ മതിയാവൂലേ? അത് മതി. രാവിലെ എന്താ പരിപാടി? രാവിലെ ഞാൻ വിചാരിക്കണേ സ്റ്റൂ അപ്പം ഉണ്ടാക്കിയാലോ. അങ്ങനെയാണെങ്കിൽ മട്ടൺ സ്റ്റൂ വെക്കുകയും ചെയ്യും. ആകെ 2 കിലോ മേടിക്കുന്നുള്ളൂ. പിള്ളേരൊക്കെ വയറ് നിറച്ചും കഴിക്കട്ടെ. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് മട്ടൻ കൊതിച്ചുകളാ. ഒരു കാര്യം, നിന്റെ പൊന്നേമാനോട് നാളത്തെ ഒരു ദിവസം ഇവിടുന്ന് എങ്ങോട്ടും പോകില്ലെന്നൊന്ന് പറയണേ. എൻ്റെ അമേരിക്കയിലുള്ള ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവനെ ഞാൻ ഒന്ന് പരിചയപ്പെടാം. ഒരു സാധനം കൊണ്ടുവരും. നാളെ എങ്ങും പോണില്ല, നാളെ ഓഫാ. ഇവിടെ കാണണം നാളാവൻ. അമ്മ എന്നെ സൈ കിടന്ന ഭയങ്കര കരച്ചില്ല. എന്താ റൊണാൾഡോ ആവുമ്പോ മൊത്തം മിച്ചറ് നിന്ന്. എന്റെ ദൈവമേ, അച്ചാച്ചനെ കൊണ്ട് ഞാൻ തോറ്റ്. ചേച്ചി ഞാൻ കൊടുത്തപ്പോഴേ പറഞ്ഞാണ് അവള് കിടന്ന് കരയും തീർക്കല്ലേ എന്ന്. മക്കളെ നീ പോയിട്ട് പറ, അവൾക്ക് ആവശ്യമുള്ള മിച്ചർ ക്ലീറ്റോങ്ങൾ മേടിച്ചു തരാന്ന് പറ. ഒരു മിച്ചർ കട എന്നെ പറഞ്ഞ് മേടിച്ചിട്ട് തരാം. അമ്മ അങ്ങോട്ട് വന്നിട്ട് ചിപ്സ് എടുത്ത് തരാന്ന് പറ. ചെയ്യട്ടെന്നാണ് ഞാൻ പോണു. എടി പോലെടി, എനിക്കിതൊന്ന് അരിഞ്ഞു തരുമോ? എന്തുവാ? ഞാൻ അവിടുന്ന് കൊറേ അരിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. ഞാൻ അരിയണോ? ഞാൻ കൊച്ചിനൊന്ന് നോക്കട്ടെ. അവനെ അരിഞ്ഞോളൂ. നീ അരിഞ്ഞു കൊടുക്ക. കൊച്ചിനെ ഞാനും കൂടെ ചെന്നില്ലേ അവനെ നോക്കിയടി. ഇവളെ എന്തോരം അഹങ്കാരിയാന്നറിയാമോ? അവള്
നുണ പറയരുത്. നോക്കിയേടി 1200 രൂപ ഈ ഒരു ടോപ്പിന് മാത്രം. മാമി ഡാഡിയാണ് അവിടെ ഒരു വകയില്ല നല്ലത്. നല്ല ഇത് മാത്രമേ ഉള്ളൂ. എടി ഈ ഒരു കുഞ്ഞു തുണിക്ക് 1200 രൂപ കൊടുക്കേണ്ടി പിന്നെ കൊടുക്കണം ചേച്ചി, നല്ല ഡ്രസ്സിന് കൊടുക്കണം. നല്ല രസമുണ്ട് ഇതിന്റെ കൂടെ. ഇതാ അടിപൊളി. എന്റെ കൊച്ചിന് ഭംഗിയുണ്ട്. നിനക്ക് നല്ല രസമായിരിക്കും. വെള്ളല്ലേ മുഖം തെളിയാത്തോണ്ടോ എന്നിട്ട് ഞാൻ വഴക്ക് പറഞ്ഞീനാ. കുഴപ്പമില്ല. ഈ ഈസ്റ്റർ അങ്ങ് മുത്തു കൊണ്ടുപോയി കടയിൽ ചെന്ന് ഗുസ്തി ഗുസ്തി ഗുസ്തി. പൊന്നേ ഇവിടെ വാ, ഇവിടെ വാ. ഡാ എന്നാ, എന്നാ, എന്നാ. ഓടി, 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 പിടിക്കടി, പിടിക്കടി, വീഴുവടി, വീഴുവടി. ഇതാട്ടോ പിള്ളേർക്കുള്ളതാണ് ഇത് രണ്ടെണ്ണം. എല്ലാം വാങ്ങി ചേച്ചി. അയ്യോ ദേ ഇത് അവന്റെ ക്ലീറ്റോന്റെ ഇഷ്ടത്തിന് എടുത്തതാ. കൊടുത്തേക്കണം കേട്ടോ. ക്ലീറ്റോച്ചേട്ടൻ നേരിട്ട് അങ്ങോട്ട് കൊടുത്താൽ പോരായിരുന്നു. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുമ്പോ ചിലപ്പോ രാത്രിയാവും. എല്ലാം വാങ്ങിച്ച ചേച്ചി. ഇത് പോത്ത് വെളുപ്പിനെ കിട്ടുള്ളൂ എന്ന് പറയണ്ടി ചോദിച്ചാ ഇപ്പൊ പോയപ്പോ നോക്കാന്ന് പറയുന്നുണ്ട്. വെളുപ്പിന് കിട്ടി എപ്പ പണി തീരാനാ? മീനൊക്കെ വാങ്ങിച്ച. മീനൊക്കെ ഇപ്പൊ പോയി മേടിക്കും. പോത്ത് മേടിക്കുന്ന കടയിൽ ചെന്നപ്പോഴത്തേനും തീർന്നു പോയി അവിടെ വെട്ടിയത്. ഇവിടെ വാ, ഇവിടെ വാ. എന്നാ എന്നാ അമ്മയുടെ കുഞ്ഞിങ് വന്നേ, വന്നേ. അത് താമയ്ക്ക് തലയിലിരുന്ന സാധനം എന്താ? മാമിക്കതാ, മാമിക്കതാ, മാമിക്കതാ. ഇവനാണെങ്കിൽ കടയിൽ കൊണ്ടുപോയി. എന്റെ പൊന്നെ പിന്നെ ഇതൊക്കെ കൊണ്ട് വെക്കൂ. മതിയായിരുന്നു. നല്ലു ഇതൊന്നും അകത്ത് കൊണ്ട് വെച്ചിട്ട് വേണം. പിന്നെ നടി അത് വെള്ളോ. നീ എന്താ കയറ്റി പിടിച്ചേക്കണ മുത്തേ? ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചു വന്നല്ലോ. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ മുഖം ഒറ്റക്കെട്ടായിട്ടിരിക്കണത്. ഇപ്പൊ മുഖത്ത് വേറെ എന്തെങ്കിലും ഇടാൻ പറ്റുമോ? ഇവനെന്താ വാങ്ങിച്ചു? ഇങ്ങനെ ഇരിക്കുള്ളൂ. അവനൊരു ഇങ്ങനെ ഇതിങ്ങനെ വെള്ളയുള്ളൊരു ഉടുപ്പില്ലത്. എന്തോ ചേച്ചി ഇരിക്കുന്ന നോക്ക്. പള്ളി പോണ്ടേ? ബാ പോയി മേലൊക്കെ കുളിച്ചിട്ടോ ആ പള്ളി പോണോങ്കി. പിടിച്ചോ, കൊച്ചിനെ പിടിച്ചോ. ഡീ മുത്തേ, നിന്റെ ചെവിയും പൊട്ടിപ്പോയാ? നല്ലോടെ നിക്കുവല്ലേ? ഇങ്ങ് വാ, ഇങ്ങോട്ട് കൊണ്ടവനെ. ഇങ്ങ് വാ, ഇങ്ങ് വാ, ഇങ്ങ് വാ, ഇങ്ങ് വാ, ഇങ്ങ് വാ, ഇങ്ങ് വാ. പള്ളി പോണ്ടേ? ചേച്ചിമാരുടെ കൂടെ പോണണ്ടാ? നമുക്ക് അമ്മയ്ക്കും മോനും കൂടി ഇവിടെ ഇരിക്കാം കേട്ടോ. മുത്തേ പോ കുളിച്ച് റെഡിയാവാൻ നോക്കാൻ. ഇവരൊന്നും കുളിച്ചില്ലല്ലോ. അപ്പൊ കുളിക്കാം. അവൾമാരൊന്നും വരുന്നില്ല. നീ വരുന്നുണ്ടോ? പറഞ്ഞില്ലേ അവളെ കൊണ്ടുപോകുന്നുണ്ടോ? മുത്തനെ കൊണ്ടുപോകുന്നുണ്ടോ? പോണോന്ന് പറയണ്ടല്ലോ. ഇവിടെ നിൽക്കുന്ന ആരൊക്കെ? എന്താ എന്താ? എൻ്റെ ബോബി ജോർജ് അച്ചായോ, നിങ്ങൾ അങ്ങനെ അങ്ങ് പരാതി പറയല്ലേ. നിങ്ങൾക്ക് ഇങ്ങോട്ടും വരാമല്ലോ. ആ അത് തിരുവനന്തപുരത്തോട്ടുള്ള വണ്ടി മാർഗം തടസ്സമൊന്നുമില്ല ഇവിടെ. ഞങ്ങൾ എറണാകുളത്ത് വരുമ്പോൾ വരാം. ഈസ്റ്റർ ആഘോഷമൊക്കെ കുഴപ്പമില്ലാണ്ട് ഉണ്ട്. ഇല്ലില്ല, അങ്ങനെയല്ല, നമ്മളെ കുടുംബക്കാരൊക്കെ ഉള്ളൂ. അപ്പോൾ ശരി, എല്ലാവരോടും ചേച്ചിയോടൊക്കെ നമ്മുടെ ഈസ്റ്റർ വിഷസ് പറയൂ കേട്ടാ. ഓക്കെ, അപ്പോൾ ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ. ഓക്കെ ഓക്കെ ഓക്കെ. പരാതിക്കാർ എന്ത് വലിച്ചു കെട്ടി വെച്ചോണ്ടിരിക്കുന്നത്? മുഖം ഒന്ന് ചിരിച്ച് സന്തോഷം. നല്ലൊരു ദിവസമല്ലേ? ചൂടെടുക്കണമെങ്കിൽ ഫാൻ ഇട്ടിട്ട് ഫാനിലെടുത്ത് പോയിരിക്കും. കറങ്ങണം ഫാനും തന്നെ ഇവിടെ കിടക്കണം. ഓ ഇച്ചിരി പഴയ ആയിപ്പോയി അക്ഷയ എന്നൊക്കെ. എങ്ങനെ ഇവിടെ? നീ ഞങ്ങളെ വിളിച്ചില്ലേ? ഞങ്ങൾ വരും. അതാണ് ഞങ്ങളുടെ സ്നേഹം. ഈസ്റ്റർ അല്ല, ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നു? സർപ്രൈസ് ആവണ്ടേ? ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് കുടുംബസമേതം ഈസ്റ്റർ ആഘോഷം വീട്ടിൽ തന്നെയാണ്. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, അപ്പോൾ എല്ലാവരോടും എൻ്റെ ഈസ്റ്റർ ആശംസകൾ അറിയിക്കുക. ഓക്കെ, ഹാപ്പി ഈസ്റ്റർ. ശരി ശരി. സാനിയന്തി. ഹലോ മക്കളെ. അമ്മ, ഓ ഇത് ധാരൊക്കെ വന്നു നോക്ക്. അപ്പൊ ഞങ്ങളുടെ ബംഗ്ലാവിലേക്ക് സ്വാഗതം. സാനിയന്തി. ഹലോ. അല്ലേ, എങ്ങനെ പോകുന്നത് രണ്ടാളും കൂടി? നമ്മള് യൂബർ വിളിച്ച് വന്ന്. അത് ശരി. ഇപ്പൊ എന്തെല്ലാം സൗകര്യങ്ങളല്ലേ. രാവിലെ തന്നെ കഴിച്ചോ? ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാ വന്നേ. ആണോ? അയ്യോ, അത് വേണ്ടായിരുന്നു. ഇന്ന് ഈസ്റ്റർ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കഴിച്ചാൽ പോരായിരുന്നു മക്കളെ. കുഴപ്പമില്ല, ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സമാധാനത്തിൽ ഇവിടെ പോവാ. ഞാൻ വെള്ളം എന്തെങ്കിലും എടുക്കാം. വേണ്ടമ്മ,
വെള്ളം കുടിക്കണ്ടേ? ഡേയ്, വെള്ളം കുടിക്കണ്ടേ? ഇരിക്കും. നീ എന്തിങ്ങനെ വായി നോക്കിണ്ടിരിക്കണേ? അവരെ കൊണ്ട് നമ്മുടെ കൊട്ടാരവും നമ്മുടെ സാമ്രാജ്യമൊക്കെ പരിചയപ്പെടുത്തി അവരെ ഇരുത്തല്ലെങ്കിൽ അവിടെ ഡാഡി ക്ലീറ്റങ്ങ് വന്നേ ക്ലീറ്റോ. ഓ ഓ എന്തോ എന്നെ വിളിച്ച നീ അവിടെ ഇരുന്നോ? ഡാഡിനും വീട് പറഞ്ഞിട്ട് വന്നു ഇവിടെ ഇരുന്നോ? സർപ്രൈസ് ആയിട്ട് പിന്നെ ഇതെന്തെന്ന്? ഈസ്റ്റർ അല്ലേ, ഗിഫ്റ്റ് ഒക്കെ ഓ ഇരിക്കട്ടെ. ഗിഫ്റ്റ് ഒന്നും വേണ്ടായിരുന്നു. നീ എന്താ ഒരുമാതിരി ഇരിക്കണേ? ഒരു ഒരു വിഷമം പോലെ. എനിക്ക് നിങ്ങൾ സർപ്രൈസ് ആയിട്ട് വന്നത് പിടിച്ചില്ല. ഇത് തന്നെ നമ്മളെ സർപ്രൈസ് ആയിട്ട് വരാൻ സമ്മതിക്കൂല, ക്ഷണിക്കേ ഇല്ല. അത് ഞാൻ വിളിച്ചേനല്ലോ കുറച്ച് നാൾ കഴിഞ്ഞിട്ട്. ഇത്ര പെട്ടെന്ന് നിന്നോട് പറഞ്ഞാ ഒന്ന് വിളിക്കണേന്ന്. ഈസ്റ്റർ ആയിട്ട് ഒരു സർപ്രൈസ് വേണ്ടേ നമ്മളെ ഭാഗത്തുനിന്ന്? ഇത്തിരി ഓറായിപ്പോയി. എന്താ അവിടെ ശബ്ദം? പാത്രം ഡാഡിയുടെ കൈ തട്ടി ഇത് വീണതാ. പണ്ടത്തെ വീടാണ്, നമ്മുടെ കുടുംബ വീടാണ്. പിന്നെ ഇവിടെ തന്നെ നമ്മൾ താമസിച്ചത്. ആനന്ദത്തിൻ്റെ ഞായറാഴ്ച എന്നാണ് പറയുന്നത് ഈസ്റ്ററിന്. ഏറ്റവും സന്തോഷമുള്ള ദിവസം. കാരണം ഈ യേശുദേവനെ ഇങ്ങനെ കുരിശിലേറ്റിയതിന് ശേഷം 3-ാം നാൾ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കും. നമുക്കെല്ലാവർക്കും ഭയമുള്ള എന്തിനാണ്? മനുഷ്യന് ഏറ്റവും ഭയമുള്ള മരണത്തെ അതിജീവിച്ചുകൊണ്ട് യേശുനാഥൻ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സഭയിലുള്ള ആൾക്കാരൊക്കെ പറയും യേശുദേവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറയുമ്പോൾ സത്യമായും അങ്ങ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നൊക്കെ ചുറ്റും വരുന്നവർ പറയും. അങ്ങനെ ഭയങ്കര അതാണ് ഈസ്റ്ററിനെ എല്ലാവരും ആഘോഷിക്കുന്നത്. നമുക്ക് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയൊക്കെ ആഘോഷമായിട്ടാണ് ഈസ്റ്ററിനെ കാണുന്നത്. നമ്മൾ 51 ദിവസം വ്രതം എടുക്കും. 51 ദിവസം വ്രതം എടുത്ത് 51-ാം ദിവസമാണ് ഞായറാഴ്ചയടന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഓണം നമ്മൾ മലയാളികളുടെ അടുത്ത് എന്താ വാങ്ങളെ ഞാൻ മാത്രമല്ല, ഫ്രണ്ട്സ്. ഞാൻ എപ്പോഴും പറയില്ലേ, ഇത് സാനിയ ദിയ. ഹായ് ഹായ്, ഇരിക്കും മക്കളെ, ഇരിക്കും. ഹാപ്പി ഈസ്റ്റർ. മാമിയ പിന്നെ ഇത് നല്ലൂ സൈൻ പറയില്ല ഇവിടുത്തെ കേട്ടിട്ടുണ്ട്. അമ്പോ ഇതാരൊക്കെയാ? എന്റെ അടുത്ത് പറഞ്ഞില്ല ഇവര് വരുന്നത്. ആണോ സർപ്രൈസ് ആ, രാവിലെ നോക്കിയപ്പോ. മക്കൾ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, ചേട്ടൻ. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഡോക്ടറാണ്, അമ്മ ബാങ്ക് മാനേജർ. ചേട്ടനുണ്ട് അല്ലേ? ചേട്ടൻ ബിടെക് കഴിഞ്ഞു. മോളുടെ വീട്ടിലാ? എനിക്കൊരു അനിയൻ, അമ്മ, അച്ഛൻ. അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ ISR ഓഫീസറാണ്, അമ്മ അഗ്രികൾച്ചർ ഓഫീസർ. രാവിലെ ഇറങ്ങിയ രണ്ടുപേരും. വീട്ടിൽ പറഞ്ഞിട്ടൊക്കെ തന്നെ ഇറങ്ങിയല്ലേ? ഇവിടുത്തെ കൊച്ചുകളെ പറയാൻ പറ്റില്ലല്ലേ? ചായ എടുക്കട്ടെ രണ്ടുപേർക്കും? ആ ഇവര് അവിടെ ഒന്നും കുടിച്ചില്ല, രാവിലെ ഫുഡ് കഴിച്ചിട്ട് വന്നെന്ന് പറഞ്ഞാ വന്നു. ആണോ? ജ്യൂസ് അടിച്ചാലോ നോക്കി നമുക്ക്? ചെറിയ താല്പര്യം പോലെ ഉണ്ട്. ചൂടല്ലേ, മോര് വേണം കൊടുത്താൽ എന്നെ നമുക്ക് വേണമെങ്കിൽ അല്ലേ? വെള്ളം എടുക്കാം. നിങ്ങൾ ഇങ്ങോട്ടായിട്ട് തന്നെ വന്നാണോ? ഇങ്ങോട്ട് വന്നാ എത്ര നാളായിട്ട് പറയാം, ഇവിടെ ഇങ്ങോട്ട് വിളിക്കണ്ടേ ഇതിന്? വിളിക്കൊന്നും വേണ്ട, ഇതുപോലെ സർപ്രൈസ് ആയിട്ട് വന്നാൽ മതി. അതെ. ആ ഇത് ഡാഡിയുടെ അനിയനാണ്, ഇപ്പൊ വരും. ഒരേ കൂട്ടാണ് എന്റെ. അത് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് സാനിയും ദീ. എവിടെ വീട്? പട്ടം. പട്ടത്ത് ലാംപട്ര ബേക്കറി അറിയോ? അറിയാം, എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിന്റെ ബേക്കറിയാ. അവിടുത്തെ ഈ ചിക്കൻ പപ്സ് സൂപ്പറാ, ഞാൻ വന്ന് കഴിക്കാറുണ്ട്. പേടിക്കാണ്, അവർ അതിന്റെ പൊടിയൊക്കെ ഇട്ട് തരും. എന്നാലും മഴയത്ത് ഞാൻ മേടിച്ചോണ്ട് വന്ന് നീ തിന്നു അധികതാ ബുക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടേ. പുത്തിന് ഓർമ്മയില്ല, നാളെ രാത്രി കൊണ്ടുവന്ന് മഴ കഴിഞ്ഞപ്പോ കൊണ്ടുവന്ന്. അത് ലാംപട്രന്ന് മേടിച്ചേ. ഞാൻ വെള്ളം എടുക്കാം. വെള്ളം വെച്ച് തോനെ എടുത്തോണേ. ഓ മക്കളൊരു കാര്യം ചെയ്യേ, ഇവർക്ക് നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് എല്ലാം ചുറ്റടന്ന് കാണിക്കട്ടെ. ഒരു ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നത്. ഇവിടെ ഒരുപാട് തെങ്ങുകളുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, വൃത്തിയുണ്ട്, പൈനാപ്പിൾ, കൈതച്ചക്കയുടെ ഇതുണ്ട്, എല്ലാം ഉണ്ട്. പുള്ളിയുടെ പണ്ട ഞാൻ കേട്ടാ. അത് വേണ്ട, അവർ പോയിക്കോളും. പിന്നെ സുലു ആന്റി ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല, താഴെ അവിടെയും കൂടെ. എല്ലാം ഒന്ന് ചുറ്റടന്ന് കാണിച്ചിട്ട് കേട്ടാ. സൂക്ഷിച്ച് പോണേ, കാടുള്ളടുത്ത് പോകരുത്. മാമി ഞാൻ പറഞ്ഞ പറഞ്ഞ ഇങ്ങനെ വന്നിട്ട് എടുത്താ മതി. ഞാൻ ഇവരെ കൊണ്ട് കാണിച്ചിട്ടില്ല. വേണ്ട, നീ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പോയിക്കോ. നമുക്ക് എല്ലാവർക്കും സെൽഫി എടുത്താൽ നീ ഇവിടെ നില്ല, മക്കൾ നോക്കിയോ? അവര് സെൽഫി എടുക്കാൻ വിളിച്ചാൽ മതി. അവരല്ലേ സെൽഫി എടുക്കും. നീ അവിടെ ഇരുന്ന ഒരു കാര്യം പറയട്ടെ. അല്ല, പിള്ളേർക്ക് മരങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാറ്. നീ അവിടെ ഇരുന്ന ഒരു കാര്യം പറയട്ടെ. ഇവിടെ കൊച്ചുങ്ങൾ വന്ന് കയറുമ്പോൾ അവളെ കൂട്ടുകാർ വന്ന സമയത്ത് ഈ ആഹാരത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവർക്ക് നാണക്കേടല്ലേ ഇങ്ങനെ പറയുമ്പോൾ? ആഹാരത്തിന്റെ കാര്യം പറയുമ്പോൾ എങ്ങനെ നാണക്കേടാവുന്നോ? സന്തോഷമുള്ള കാര്യമില്ലേ? അത് ആവശ്യത്തിന് പറഞ്ഞാൽ കുഴപ്പമില്ല. പൊടി വാരിട്ട് മറ്റേ വാരിട്ട് എന്നൊക്കെ പറയുമ്പോൾ മോശമല്ലേ അത്? അവൾക്ക് വിഷമാവൂലേ കൊച്ചിന്? എന്നാലും ഇന്നത്തെ മഴയത്തെ കൊണ്ട് കൊടുത്തപ്പോഴും മുട്ട ഇരുന്ന് അടിച്ചല്ലോ, അപ്പോൾ ഒരു വിഷമില്ലായിരുന്നു. എന്തായാലും അവർ കറങ്ങി നടക്കണതിൻ്റെ ഇടയിലൊന്നും പോയി ചെന്ന് കയറണ്ട. ഞാൻ കയറുന്നില്ല. അതെ, വെള്ളം സോറി, വെള്ളം നേരത്തെ വെക്കേണ്ടതാണ്. പിന്നെ അല്ലേ? അയ്യോ,
എന്തായി? അയ്യോ വീണ മോളെ നേരത്തെ വീണോ? സോറി. അയ്യോ എനിക്ക് വേണ്ട. കഴിക്കത്തില്ല. കഴിക്കണം. ഞാൻ അത്ര കഴിക്കത്തില്ല. ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? അല്ല പിന്നെ പെൺപിള്ളേർ ഈ പ്രായത്തിൽ നല്ല ഭക്ഷണം മോളെ കഴിക്കണം. കണ്ണും മുട്ടി ഇങ്ങോട്ട് കഴിക്കുക. ഒന്നും കേട്ട് പഠിക്കരുത്, കണ്ണ് തുറന്നു വെച്ചാൽ കഴിക്കാവുള്ളൂ. മറിക്കാൻ കറി കൊടുക്കട്ടെ. ഞങ്ങൾ ഇവിടെ നേരത്തെ വരേണ്ടതായിരുന്നു. അതെങ്ങനാ ഇവിടെ സമ്മതിക്കത്തില്ല. ആ അതെ, നമ്മൾ എപ്പോൾ വരാൻ നോക്കിയാലും അവള് പറയും ഡാഡി ഇല്ല, മമ്മി ഇല്ല, അല്ലെങ്കിൽ അവർ പുറത്തു പോയി. ഒന്നും സമ്മതിക്കൂല ഒരു ദിവസം വരാന്. സാരമില്ല, ഇനി ഇവളെ നോക്കണ്ട. മക്കൾക്ക് എപ്പോൾ വരണമെന്ന് തോന്നിയാൽ കൂട്ടുകാരികൾ എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് വരണം കേട്ടോ. പോവാൻ നേരത്തെ അങ്കിളിൻ്റെ ഫോൺ നമ്പർ തരാം. നിങ്ങൾ അങ്കിളിനെ വിളിച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇനി എന്താ വേണ്ടേ? എങ്ങനെയുണ്ട് കറിയൊക്കെ? ഇതെങ്ങനെയുണ്ട് ബീഫ്? ബീഫ് അങ്കിളിൻ്റെ കൂട്ടാ. ചിക്കൻ ഫ്രൈ ചെയ്താ ആൻറ്റിയാ? ഇച്ചിരി ബീഫ് വെക്കട്ടെ? മതി മതി. കഴിക്കാം. അല്ല, അവരോട് പറഞ്ഞാൽ കഴിക്കാം, ഇതേപോലെ കഴിക്കാൻ. അത് നീളെ സൽക്കരിക്കണം. നീ കയറി ഇന്ന് കഴിച്ചാ നമ്മൾ കണ്ട് കാണിച്ചു കൂട്ടിയൊക്കെ കൊടുത്താൽ കഴിച്ച ഒന്നും നോക്കണ്ട. അതെ. നിനക്ക് ഇനിയൊന്നും വേണ്ട. നീ അവളിപ്പോൾ തന്നെ കഴിച്ചത് അധികമാണ്. നിങ്ങൾ ഇരുന്നോണ്ട് കഴിച്ചതാ. പിന്നെ പോയാ മതിയാ? ഇല്ല, പോണം. മാമനെ വിളിക്കാവേ. മാമാ ദേ ഐസ്ക്രീം കൂടെ മേടിച്ച് കഴിച്ചിട്ട് പോയ പോരെ മക്കളെ. ഏ? ഇറങ്ങുന്നു. ആ ഇറങ്ങിയ ഇറങ്ങിയാ മതിയായിരുന്നു. ആ അവള് കുളിക്കാൻ കയറിയായിരുന്നു. ശരി. അച്ഛനും അമ്മേനെയൊക്കെ തിരക്കിന്ന് പറയണം കേട്ടോ. കൈതാ. പിന്നെ അക്ഷയ്, ഒരു കാര്യം പറയാനുണ്ട്. നീ വിചാരിച്ച് നമ്മൾ സർപ്രൈസ് ആയിട്ട് നിന്റെ ഇവിടെ വന്നതല്ലേ, പക്ഷെ നമ്മൾ നിന്റെ ഈ അമ്മയെ വിളിച്ചിട്ടാ വന്നത്. നീ എന്താ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കാത്തത്? ഞങ്ങൾക്ക് മനസ്സിലായി. നിന്റെ ഈ വീട് ചെറുതാണെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വിളിക്കാത്തത്. അതൊന്നുമല്ല. നമുക്ക് മനസ്സിലായി. നീ ഞങ്ങളുടെ വീട് കണ്ടിട്ടുണ്ടല്ലോ. വലിയ ഫ്ലാറ്റാണ്, കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടുകാരവിടെ ഇല്ല. അവർക്ക് സമയമില്ല ഒന്നിനും. ഞങ്ങളുടെ വീട്ടിൽ ഇത്രയധികം സന്തോഷമൊന്നും ഇല്ല. നമ്മളെ വീട്ടിലില്ലാത്ത ഏറ്റവും വലിയൊരു കാര്യം ഇവിടെ ഉണ്ട്, സ്നേഹം. നമുക്ക് അതാണ് അവിടെ ഇല്ലാത്ത. നിനക്കാണെങ്കിൽ ഇവിടെ മാമനുണ്ട്, മാമിയുണ്ട്, അനിയത്തിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്കാണെങ്കിലോ അതൊന്നുമില്ല. ഞങ്ങളെ നോക്കുന്നവരാ സർവൻസ്. സത്യം പറഞ്ഞ കൊതിയാവുന്നു നിങ്ങളുടെ ഫാമിലി തന്നെ കണ്ടിട്ട്. എന്തൊരു സ്നേഹം ഇവിടെ. അതിനെന്താ എല്ലാരും കൂടി പോന്നോ? നമുക്ക് ഇവിടെ അടിച്ചു വിളിച്ചോ. എപ്പോ വീട്ടിൽ ബോറടിക്കും പോവാനേ തോന്നുന്നില്ല ഇവിടെ. അപ്പൊ ശരി. അപ്പൊ ശരി മക്കളെ, ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. യു ആർ സോ ലക്കി. സന്തോഷമായിട്ട് കഴിയും. ഹാപ്പി ഈസ്റ്റർ. Audience